എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നൽകിയല്ലോ. ഈ 10ാമത്തെ ദിവസം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ തന്നല്ലോ. ആമേൻ. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിൽ ആമേൻ ലോകരാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ജില്ലകളിൽ ആമേൻ യാത്രാമധ്യത്തിൽ ഒക്കെ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഇന്ന് പകലിൽ അതിശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗ്ഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. സ്തോത്രം. ഇന്ന് പകലിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമേൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങളെയാണ് യേശു കർത്താവ് ഇതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 3-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വിതയ്ക്കുന്നവൻ്റെയും എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇതേ അധ്യായത്തിൽ തന്നെ യേശു തൻ്റെ വായ്മൊഴിയാൽ പറഞ്ഞിരിക്കുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും കർത്താവിൻ്റെ ആ ഒരു ശബ്ദം ആമേൻ പ്രൈസ് ദി ലോർഡ് എവിടെയെല്ലാം ആമേൻ വ്യക്തികൾ കേട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ ഒരു വലിയ ആത്മീക തീഷ്ണത ജനത്തിൻ്റെ ഇടയിലേക്ക് കർത്താവ് അയച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒന്ന്, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്. സ്തോത്രം. ആരോടെന്നറിയാമോ? ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. പിന്നെ ശിഷ്യന്മാർ ആമേൻ അടുക്കെ വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ആമേൻ അവരോട് ഉപമകൾ പറയുക ഓരോന്നും. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞ് അവരെ എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ് ഉറപ്പിക്കുകയാണ്. 1-2 പേരൊന്നും അല്ല കേട്ടോ. വളരെ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്ന് കൂടി നിൽക്കുകയാണ്. ആമേൻ. യേശുവാണെങ്കിൽ പടകിൽ കയറി ഇരുന്ന് പുരുഷാരത്തെ എല്ലാം കരയിൽ നിന്ന് ആമേൻ അവരവിടെ ഇരിക്കുന്നവരുണ്ട്, കരയിൽ നിന്ന് നിൽക്കുന്നവരുണ്ട്. കർത്താവ് ഇവരെ കാണാൻ വേണ്ടി എന്ത് ചെയ്തു? എല്ലാവർക്കും കർത്താവിനെ കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പടകിൽ കയറിയിരുന്നു. സ്തോത്രം. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ ഉപമകളിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു എന്നൊക്കെ കുറിച്ച് അവരോട് ഇങ്ങനെ പറയുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില വിത്തുകൾ ആമേൻ പാറക്കിടയിൽ വീണു. ആമേൻ അതിൽ ചിലത് ആമേൻ നല്ല നിലത്ത് വീണു. ആമേൻ മുള്ളുകൾക്കിടയിൽ വീണു. ഇങ്ങനെയൊക്കെ കർത്താവ് അവരെ പറഞ്ഞ് അവരുടെ ഹൃദയത്തെ ഒന്ന് ഉറപ്പിക്കുകയാണ്. 1-2 ജനമല്ല, ആയിരക്കണക്കിന് ജനം യേശുവിൻ്റെ നേരെ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ഈ ശബ്ദം കേൾക്കുന്ന ആമേൻ ഞാൻ ഏറെ സ്നേഹിക്കുന്ന അഭിഷിക്തന്മാരോടൊരു ദൂത് പറയട്ടെ. ഈ നാളുകളിൽ കർത്താവ് എന്താണോ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം. പ്രാർത്ഥനയിൽ കൂടെ, പ്രവചന ശബ്ദത്തിൽ കൂടെ കർത്താവ് എന്താ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മെ ഏൽപ്പിച്ചത് നമ്മൾ ആമേൻ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ദൂതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ. കണ്ടോ? അപ്പോൾ ഈ ദിവസങ്ങളിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ
അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഈ ഭൂമിയിൽ ഉള്ള മനുഷ്യന് വേണ്ടി കർത്താവ് അവിടെ ആമേൻ നിക്ഷേപിച്ചു വച്ചിരിക്കുന്ന ചില നന്മകളെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവ് അവർക്ക് ഒരുക്കി വച്ച ആ മർമ്മങ്ങളെക്കുറിച്ച്, ഏത് രീതിയിലാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത്, ഒരു വ്യക്തി എന്തായിരിക്കണം, ഏത് നിലയിലായിരിക്കണം, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് യേശു തന്നെ തൻ്റെ വായ്മൊഴിയാൽ പറഞ്ഞു കൊടുക്കുക, അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വരം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭാഷാവരം, പ്രവചനവരം, വ്യാഖ്യാനവരം, വെളിപ്പാടെന്ന വരം, ദർശനമെന്ന വരം, ആമേൻ, അങ്ങനെ തുടങ്ങി ഒത്തിരി വരങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുക. ഈ വരങ്ങളെല്ലാം വച്ച് മിണ്ടാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വരം ഉള്ളവൻ എന്ത് ചെയ്യണം? ആമേൻ, ഉള്ളവന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, അവന് പ്രൈസ് ദി ലോർഡ് സമൃദ്ധി ഉണ്ടാകുവാനും, ആമേൻ, ഇല്ലാത്തവനോടോ അവൻ ഉള്ളത് കൂടെ എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉള്ളവന് കൊടുത്തുകൊണ്ടിരിക്കുക കർത്താവ്, അവനതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. എനിക്കൊന്നുമില്ല, പക്ഷെ അവനുണ്ട്. എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ നോക്കി കർത്താവ് പറയുക, നിങ്ങളത് ഉള്ളത് കൂടെ എന്ത് ചെയ്യും? കർത്താവ് അങ്ങ് എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ആമേൻ, എല്ലാവരും സ്വർഗത്ത് പോകുന്നു, സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ അതിന് പോകണമെങ്കിൽ ദൈവത്താൽ സംഭവിക്കുന്ന ചില ആമേൻ വാഴ്ത്തത്വങ്ങളെന്ന ചില ആലോചനകളുണ്ട്. അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഈ മർമ്മങ്ങളെ അറിയണമെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം, റോമർക്ക് ലേഖനം അപ്പോസ്തലനായ പൗലൂസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആമേൻ അപ്പോസ്തലനായ പൗലൂസിൽ ദൈവം വെളിപ്പെടുത്തുന്ന ചില ആമേൻ സുവിശേഷത്തെക്കുറിച്ചുള്ള ചില മർമ്മങ്ങളെക്കുറിച്ച് കാണുന്നു. ആമേൻ, സ്തോത്രം. എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരീകരിക്കുവാൻ കഴിയുന്നു. അപ്പൊ എന്താണ് ആമേൻ, സ്തോത്രം, ആമേൻ, അറിഞ്ഞിരിക്കേണ്ടതിനായി അല്ലെങ്കിൽ അറിയുന്നതിനായുള്ള മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമുള്ള, കണ്ടോ, അപ്പോ അറിഞ്ഞിരിക്കുവാനുള്ളത് പ്രവാചകന്മാർ എഴുതികളിൽ അവരുടെ എഴുത്തുകളിൽ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ചില അറിവുകളുണ്ട്. സഭ എന്തായിരിക്കണം, സഭ എങ്ങനെയായിരിക്കണം, സഭ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, സഭ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, സഭ എങ്ങനെയാണ് ജനത്തെ വന്ദനം ചെയ്യേണ്ടത്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് പൗലൂസിൽ കൂടെ കർത്താവ് പിന്നെയും വെളിപ്പെടുത്തുകയാണ്. ഇത് രക്ഷിക്കപ്പെടാത്തവർക്കുള്ളതല്ല കേട്ടോ, പ്ലീസ്. ഇത് രക്ഷിക്കപ്പെട്ട നമുക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൂർവകാലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ആമേൻ ചിലതിനെ വെളിപ്പെടുത്തുവാനും ആമേൻ നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ, കേട്ടോ, എന്താണ് ആമേൻ നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം, കണ്ടോ, എല്ലാവരേക്കും ദൈവം എല്ലാം കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുത്തതൊന്നും സൂക്ഷിക്കാനും അറിയത്തില്ല. ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള വരവായിരിക്കാം, ചിലർക്ക് വെളിപ്പാട് പറയാനുള്ള വരവാണ്, ചിലർക്ക് മെസ്സേജ് പറയാനുള്ള വരമാണ്, ചിലർക്ക് പ്രവചിക്കാനുള്ള വരമാണ്. ആമേൻ. ചിലർക്ക് ഭൂതത്തിന്റെ മേൽ ഭൂതങ്ങളെ മാറ്റാനുള്ള വരമാണ്.
ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവകുഞ്ഞെ, നീ ഏത് വരമാ പ്രാപിച്ചേ? നീ പ്രാപിച്ച ഏത് വരമാ? സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വരമാണോ? അത് ദൈവത്തിന്റെ വരമല്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അനേകരെ ദുഷിക്കാനുള്ള വരമാണോ നീ പ്രാപിച്ചേ? അത് ദൈവത്തിന്റെ വരമല്ല. സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവ് നിനക്ക് തന്ന വരം ഏതാണ് എന്ന് ഇന്ന് പകലിൽ കണ്ടുപിടിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. നോക്കിക്കേ. ആമേൻ. ഇപ്പോൾ വെളിപ്പെടുന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ ആമേൻ അറിഞ്ഞിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും ആമേൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ ആമേൻ സ്ഥിരീകരിക്കുന്നവൻ ആമേൻ സ്ഥിരീകരിക്കുവാൻ എന്താണ് കഴിയുന്നു. ആമേൻ. അപ്പൊ ദൈവം നമ്മെ ഏൽപ്പിച്ചത് പൂർവകാലങ്ങളിൽ ആമേൻ മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മറഞ്ഞ് ഇരുന്നത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതും. കണ്ടോ? അപ്പൊ മുമ്പ് ഇത് മറഞ്ഞിരുന്നു, ഇത് ആർക്കും വെളിപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ചില വെളിപ്പാടുകൾ ആ നിങ്ങൾക്ക് തരികയാണ്. ആമേൻ. എനിക്കും സർവസഭയ്ക്കും അതിൽ സൽക്കാരം ചെയ്യുന്ന ഗായോസിനും ഞങ്ങളുടെ വന്ദനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് താഴോട്ട് വായിക്കുകയാണ്. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ സ്വർഗത്തിലേക്കൊന്ന് ഏൽപ്പിക്കുന്ന നീ പ്രാപിച്ച വെളിപ്പാട് ഏതാ? നീ പ്രാപിച്ച അഭിഷേകം ഏതാ? ഇന്ന് പകലിൽ പ്രാപിച്ച് കൃപകൾ ഏതാ എന്ന് മനസ്സിലാക്കേണ്ട ദിവസമാണ്. കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പകലിനായ സ്തോത്ര ഈ പ്രഭാതത്തിൽ എല്ലാ ജനത്തെയും അപ്പാ പൊന്നിരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം അവരെ അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവിന് കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.